ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറ ബ്ലൂമിംഗ് വ്ളോഗ്സ്. നമ്മളിന്ന് ഒരു അടിപൊളി തനി നാടൻ 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ ഉലർത്തിയത്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 1 കിലോ കപ്പ വേവിച്ച് കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി, ഒരു 3-4 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഇതിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് ചതച്ച് വേണം ഉപയോഗിക്കാൻ. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇവിടെ ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് വഴറ്റണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ കപ്പ വേവിക്കുമ്പം ഓൾറെഡി ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ശകലം ഉപ്പ് മാത്രം ചേർത്താൽ മതി. നമ്മളൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കപ്പ നമ്മൾ ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം. നമ്മുടെ തനി നാടൻ 4 മണി പലഹാരം കപ്പ ഉലർത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്